നമുക്കൊപ്പം തങ്കമ്മ എന്ന വിദ്യാർത്ഥിനി ചേരുന്നു തത്സമയം. നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ് തങ്കമ്മ. നമസ്കാരം, ഗുഡ് മോർണിംഗ് സാർ. ഓണത്തിന്റെ വേഷത്തിലാണല്ലോ ഇരിപ്പ്, സാരിയൊക്കെ കൊടുത്ത്. ഞങ്ങൾ യൂണിഫോമിൽ കണ്ട ഒരാളെ പെട്ടെന്ന് സാരിയിലേക്ക് മാറിയപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി. സന്തോഷമല്ലേ? ഓണക്കാലം സന്തോഷമാണ്. ഓണക്കാലമല്ലേ, ഓണത്തിന് കേരളമംഗമാർ സെറ്റ് സാരിയൊക്കെ അല്ലേ ഉടുക്കണ്ടേ? അത് ശരി. കോളേജിൽ ആഘോഷമൊക്കെ ഉണ്ടോ വിസാറ്റില്? വിസാറ്റിൽ ആഘോഷമൊക്കെ ഉണ്ട്. കൊല്ലം പരിപാടിയൊന്നുമില്ല, കാണാൻ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ ബികോം ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണ് ജോയിൻ ചെയ്തത് അല്ലേ? ഫസ്റ്റ് സെമസ്റ്റർ ആണോ? അതെ, എങ്ങനെയുണ്ട് പഠിത്തം? പഠിത്തമൊക്കെ നല്ലതാ, സൂപ്പറാ, എൻജോയ് ചെയ്യുന്നു. അതെ, 74-ാമത്തെ വയസ്സിൽ ബികോം പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവുക, ഒരു കോളേജിലേക്ക് കടന്നു ചെല്ലുക, അവിടെ യൂണിഫോം ഇട്ട് ഒരുപക്ഷെ കൊച്ചുമക്കളാവാൻ പ്രായമുള്ള കുട്ടികൾക്കൊപ്പം ഇരുന്ന് പഠിക്കുക. എങ്ങനെയുണ്ട് അനുഭവം? ഈ ന്യൂ ജനറേഷൻ്റെ പിള്ളേരെയൊക്കെ കാണുന്ന സമയത്ത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ. കാരണം ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള മക്കളൊക്കെ ജനറേഷൻകാരല്ലേ, അവരൊക്കെയാണ് എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോയത്. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ അജിത്ത് ഷാജി എന്ന മോനും പിന്നെ വിസാറ്റ് ആർട്സ് കോളേജിലെ ജിതിൻ റോയ് എന്ന അവിടുത്തെ എഞ്ചിനീയറാണ്, ആർട്സ് ഗ്രൂപ്പിന്റെ എഞ്ചിനീയറാണ്. ആ സാറും കൂടെ കൂടിയാണ് എന്നെ വിസാറ്റ് കോളേജ് എന്ന പർദീസായിലേക്ക് കൈപിടിച്ച് നടത്തിയത്. ഈ എത്ര വരെ പഠിച്ചിരുന്നു പണ്ട്, തുല്യതാ പരീക്ഷയൊക്കെ പഠിക്കുന്നതിന് മുമ്പ്? ഞാൻ 8ാം ക്ലാസ് വരെ. 8ാം ക്ലാസ്സിൽ വരെ. 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി പിന്നെ എന്താ ചെയ്തത്? പിന്നെ അത് കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ? പിന്നെ കുടുംബമായി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇല്ല. മക്കളുണ്ടോ? മക്കള് 2 പേര്. അവരെന്ത് ചെയ്യുന്നു? ഒരാണും ഒരു പെണ്ണും. അവരെന്ത് ചെയ്യുന്നു? അവർ പഠിക്കുകയാണോ അതോ മറ്റു ജോലിയൊക്കെ ആയോ? മോള് മൂത്തതാണ്, അവളെ കെട്ടിച്ച് അവൾക്ക് 2 പിള്ളേരുണ്ട്. കൊച്ചുമക്കൾ ഒന്ന് നേഴ്സിംഗ് പഠിക്കുന്നു, ഒന്ന് +1 പഠിക്കുന്നു. ഓക്കെ. അപ്പോ കെട്ടിച്ചത്. അപ്പൊ ഈ സ്കൂൾ ഞങ്ങൾ കേട്ടു ഇപ്പോ ഈ മറ്റേ കുടുംബശ്രീക്കൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഈ വിസാറ്റ് സ്കൂൾ കോളേജിന്റെ പുറത്ത് വന്ന് ഉള്ളിലേക്ക് കയറാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു തങ്കമ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആഗ്രഹം സഫലീകരിച്ച് ഈ കുട്ടികൾക്കൊപ്പം ക്ലാസ്സിലൊക്കെ ഇരുന്ന് യൂണിഫോം ഒക്കെ ഇട്ട് പോയപ്പോൾ കൊച്ചുമക്കളൊക്കെ പറഞ്ഞില്ലേ, എന്തായാലും എന്തോ ഈ അമ്മമ്മ ഈ കാണിക്കുന്നത്, അങ്ങനെ വല്ലതും പറഞ്ഞു? അതല്ല, അമ്മമ്മ ഉഷാറാണ്, പൊളിക്കണം എന്ന് പറഞ്ഞോ? ഇല്ല, അവര് 2 പേര് 2 കൈ നീട്ടി എന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ്. മക്കളൊക്കെ എന്നെ ഒരമ്മൂമ്മയായിട്ടും അമ്മയായിട്ടും എന്നെ അതുപോലെയാണ് അവർ സ്വീകരിച്ചു കൊണ്ട് നടക്കണേ. അവർക്കൊരു അത്ഭുതമായിട്ടാണ്. അത്രയും പ്രായം ഞങ്ങൾക്കും അത്ഭുതമാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അത്ഭുതമാണ്. 74-ാമത്തെ വയസ്സിൽ ബികോം പഠിക്കാൻ പുതിയ പിള്ളേർക്കൊപ്പം 17-18 വയസ്സുള്ള കുട്ടികൾക്കൊപ്പം പോയി ഇരിക്കുമ്പോൾ ഒരു 10-60 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ കുട്ടികൾക്കൊപ്പം പോയിരുന്ന് പഠിക്കുക, അവരുമായിട്ട് കളിച്ച് ചിരിച്ച് ക്യാമ്പസിലൊക്കെ നടക്കുക, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന 74 വയസ്സ് കഴിഞ്ഞ് ഇനി എന്നാ പോവാറായി എന്ന് കരുതിയിരിക്കുന്ന അമ്മച്ചിമാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. രാമനാമമൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വിസ കാത്തിരിക്കുന്ന മനുഷ്യരുടെ അടുത്താണ് തങ്കമ്മ ടീച്ചർ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നത്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, ഇത് കണ്ടിട്ടെങ്കിലും വിദ്യാഭ്യാസത്തിലേക്ക് അവർ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അവരോട് പറയാനുള്ളത് ഇതുപോലെ ഇത് എന്നേലും പ്രായം കുറഞ്ഞ ആൾക്കാർക്കും വിദ്യാഭ്യാസത്തിന് വരാതെ അവർ മടി പിടിച്ചിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് എൻ്റെ അറിവിൽ. അവരോടും ഇതിലേക്ക് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. തങ്കമ്മ ചേച്ചി, വിദ്യയുടെ മഹത്വം ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി, കുടുംബം ഒക്കെ കഴിഞ്ഞു, പിന്നെ തുല്യതാ പരീക്ഷ എഴുതാനൊക്കെ പോകുന്നത് ഏത് വർഷമാ? 2019. എത്ര വർഷം അല്ലേ? 19 വർഷം കഴിഞ്ഞിട്ടാണ് തുല്യതാ പരീക്ഷ പാസ്സാവുന്നത്.
ആ തുല്യതാ പരീക്ഷ പാസ്സായി. പിന്നെ +2 അതെങ്ങനെ പാസ്സായത്? അത് വീണ്ടും പരീക്ഷ എഴുതി അല്ലേ? +2 വീണ്ടും 2-3 വർഷം കഴിഞ്ഞാ എഴുതിയ. അത് കൊമേഴ്സ് എടുത്തിരുന്നു അല്ലേ? കൊമേഴ്സ് അല്ല എടുത്തത് ഹ്യൂമാനിറ്റീസാ. എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു ഹ്യൂമാനിറ്റീസിന്? 78. എനിക്ക് വയ്യ തങ്കമ്മ ചേച്ചി പൊളിയാ. 78% മാർക്ക് അല്ലേ? ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇതൊക്കെ പഠിക്കാൻ ഇത്രയും വയസ്സാവുമ്പോഴേ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ വരുമല്ലോ പൊതുവെയുള്ള ആളുകൾക്ക്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാവുക, അതൊക്കെ പരീക്ഷ എഴുതുക, അങ്ങനെ വല്ല ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പഠിക്കാൻ ഇഷ്ടമാണ്. പഠിപ്പിക്കണതൊക്കെ പഠിക്കും, കുറച്ച് വായിക്കും. പഠിക്കാൻ ഇഷ്ടമാണ്, വായന എനിക്ക് ഇഷ്ടമാണ്. വെരി ഗുഡ്. അപ്പൊ ഈ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരികളുമായിട്ട് എങ്ങനെയാ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കൂട്ടുകാരികൾ? കൊച്ചുമക്കളുടെ പ്രായം ഉണ്ടാവുമല്ലോ ഇവരുടെ തമാശകൾ, ഇവരുടെ വികൃതികൾ, കുസൃതികൾ, ഇതിനോടൊക്കെ ചേരുവോ തങ്കമ്മ? അതെല്ലാം അങ്ങോട്ട് മാറുന്നുണ്ട്. എന്താ കുട്ടിയെ ഇങ്ങനെയൊക്കെ എന്നുള്ളതാണോ ആറ്റിറ്റ്യൂഡ്? അവരുമായിട്ട് ഞാൻ ഇണങ്ങി പോകുന്നു, അവരെന്നെ അതുപോലെ കരുതുന്നു. അമ്മച്ചി അമ്മച്ചി എന്നും പറഞ്ഞ് പുറകെ നടക്കുന്നു. എൻ്റെ കൊച്ചുമക്കളായിട്ട് തന്നെ അവരെ ഞാൻ കാണുന്നു. ഈ തങ്കമ്മ ചേച്ചി എന്താ മനസ്സിലൊരു ആഗ്രഹം ഈ കുട്ടികളുടെയൊക്കെ കൂടെ ഇരിക്കുന്ന സമയത്ത്? ഒരു 10-30 വർഷം പുറകോട്ട് പോയിരുന്നെങ്കിൽ എന്നിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ആഗ്രഹം പിള്ളേരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പഠിച്ച് നടന്ന് ബികോം എന്നതാണേലും എന്നെ ആലപുരം കരയിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്താൻ എനിക്ക് മക്കളുണ്ടായി. മക്കളെന്ന് പറയുമ്പം അജിത്തും ജിതിനും എന്നെ വിസാറ്റ് കോളേജിൻ്റെ പഠിക്കൽ എത്തിച്ചെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ആലപുരം കരയ്ക്ക് വേണ്ടിയിട്ടും നല്ല മാർക്കോടെ ബികോം പാസ്സാകണം എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബികോം പാസ്സാകണം. ജീവിച്ചിരിക്കും, ഒരു സംശയമില്ല. തങ്കമ്മ ചേച്ചി ഇപ്പം ചെയ്തതുപോലെ 100 വയസ്സ് കഴിയുമ്പോൾ ബികോം കഴിയും, എംകോമും കഴിയും കേട്ടോ. പിന്നെ അത്യാവശ്യം ഒരു നല്ല സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലിക്കും കയറണം. അതൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ കടക്കും. അപ്പോൾ പിന്നെ കൂടുതൽ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? യാത്രയൊക്കെ ചെയ്യുന്നത് ഇഷ്ടം. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്ഥലത്ത് ജോലിയൊക്കെ കിട്ടി, ബികോം ഒക്കെ കഴിഞ്ഞ് നല്ല യാത്രയൊക്കെ പോവാം. മക്കളൊക്കെ യാത്രക്കൊക്കെ കൊണ്ടുപോകും. ടൂറിന് പോകുമ്പോൾ എന്നെ കൂടെ അവർ വിളിക്കും. വെരി ഗുഡ്. അപ്പോൾ ഈ കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ പാട്ടൊക്കെ പാടാറുണ്ടോ? തങ്കമ്മ ചേച്ചി പാട്ടൊക്കെ പാടാറുണ്ടോ? 2 വരി മൂളാറുണ്ടോ? പാട്ടങ്ങനെ പാടാറൊന്നുമില്ല, ചിലപ്പം വല്ല പാട്ടും പറയാറുണ്ട്, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും ഈ കുട്ടികളുടെയൊക്കെ തമാശയൊക്കെ എൻജോയ് ചെയ്യും. പാട്ടിന് ഈണയില്ല, അതൊക്കെ എൻജോയ് ചെയ്യും. അവര് രഹസ്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമോ തങ്കമ്മ ചേച്ചിയുമായി? ഇപ്പൊ ഞാനും ഇപ്പൊ ഒരു കുട്ടിയല്ലേ. എന്തോ അല്ല, ആ കുട്ടികളെ അവരുടെ രഹസ്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന അടുത്ത ഉറ്റ സുഹൃത്തുക്കളുണ്ടോ? ചങ്കെന്നൊക്കെ പറയാവുന്ന ആൾക്കാര്? അങ്ങനെ വരെയാനുള്ളതായില്ലല്ലോ, ഇനി കിടപ്പില്ലേ 3-4 വർഷം നീണ്ട്. എന്തായാലും അത് തന്നെ ആസ്വദിക്കാൻ തീരുമാനിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. അവർക്ക് അറിയാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എനിക്കുള്ള അറിവിന്റെ അനുസരിച്ച് മക്കളെ അത് തിരുത്തി കൊടുക്കാനും അത് സ്വീകരിക്കുന്ന മക്കളായിട്ട് വളർത്താൻ അവരുടെ കൂട്ടത്തിൽ ഇരിക്കാനും ഒക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ തുടങ്ങിയതല്ലേ ഉള്ളൂ, തുടക്കമല്ലേ. നമ്മള് ചെല്ലുമ്പോഴേ മിക്സഡ് കോളേജ് ആണോ അതോ വിമൻസ് കോളേജ് ആണോ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്യുക. അപ്പൊ കുട്ടികൾക്കൊപ്പം തങ്കമ്മ ചേച്ചിയും ആസ്വദിച്ച് മുന്നോട്ട് പോവുക. വഴിയിലൊക്കെ പൂവാലന്മാരൊക്കെ നിൽപ്പുണ്ടാവുമോ സ്ഥലത്ത്? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ ക്യാമ്പസിലൊക്കെ പോകുന്ന സമയത്ത്, പഴയ കാലത്താണെങ്കിലും. ഇവിടെ ഓട്ടോക്കാരുണ്ട്. ഓട്ടോക്കാരൊക്കെ നോക്കി അവർക്ക് സന്തോഷമാണ്. ആലപുരത്തുള്ള ഓട്ടോ ബസ്സിന് പോകാനായിട്ട് ചെല്ലുമ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ നല്ല സന്തോഷത്തോടു കൂടി നമ്മളെ നോക്കണത്. അതല്ലാതെ കമന്റ് അടിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ സാറ്? ഓ, അതൊക്കെ ചുമ്മാ, അങ്ങനൊന്നുമില്ല. അത് ഏത് പ്രായത്തിലും അങ്ങനെ കമന്റ് അടിക്കുന്നത് ശരിയാണെന്നല്ല കേട്ടോ. അതൊക്കെ ഈ നിരുപദ്രവകരമായ കമന്റുകൾ, ആസ്വദിക്കുന്ന കമന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ.
മോശം കമന്റുകളെ കുറിച്ചല്ല കേട്ടോ, അത് പറയാനേ പാടില്ല. അതൊക്കെ ആസ്വദിച്ചൊക്കെ തന്നെയാണല്ലോ ജീവിതം പോകുന്നത്. സന്തോഷം, എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. രാവിലെ എത്ര മണിക്ക് പോകും സ്കൂളിലേക്ക്? കുട്ടി സ്കൂളിൽ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ അത് ആസ്വദിച്ചാ പോകുന്നത്. കുട്ടി എങ്ങോട്ടാ എന്ന് ചോദിക്കും അല്ലേ? ഇപ്പൊ പറയും ഞാൻ സ്കൂളിലല്ല പോകുന്നത്, ഞാൻ വിസാറ്റ് കോളേജിലാ പോകുന്നത്. അതെ അതെ, നല്ല നല്ല സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ചങ്ങാതി നിനക്കും എൻ്റെ കൂടെ വന്നൂടെ എന്ന് ചോദിച്ചൂടെ അല്ലേ? അല്ല ഇപ്പൊ പഠിക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ വന്നാലും പഠിക്കാം. എന്റെ കൂട്ടത്തിലാണെങ്കിലും ഡിഗ്രി പഠിക്കാനുള്ളതൊക്കെ അവർ ആ കോളേജിൽ വന്ന് പഠിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ തങ്കമ്മ ചേച്ചി വളരെ സന്തോഷം, നന്നായി പഠിക്കുക. 78% മാർക്ക് +2 വാങ്ങിച്ചു, 80% മുകളിൽ ബികോമിലെ മാർക്കൊക്കെ വാങ്ങിക്കുക. ഈ സെമിനാറൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? സെമിനാറൊക്കെ പ്രസന്റ് ചെയ്ത് തുടങ്ങിയോ? അസൈൻമെന്റ് സെമിനാറും ഒക്കെ? അയ്യോ ഇല്ല, അത്ര ആയിട്ടില്ല. അങ്ങനെയൊന്നും തുടങ്ങിയില്ല സാറേ, അതൊന്നും ആയില്ല. കോളേജ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അത്ഭുത ലോകമായിട്ട് ഞാനത് ഗംഭീരമാവട്ടെ. അതിലേക്ക് എത്തിച്ച് എന്റെ മക്കളെ അതിലും. ഇടയ്ക്ക് കോളേജൊക്കെ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണമെന്നൊക്കെ തോന്നുന്നു. ഇല്ല 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 ഇല്ല, നല്ല പഠിപ്പിസ്റ്റാണ്. അത് നേരത്തെ ഇല്ല, സിനിമയൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ശരി, അപ്പൊ ക്യാമ്പസ് നന്നായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പരിപാടി കൂടുതലും നമ്മള് ഈ നാടൻ പാട്ട്, അങ്ങനെ ഡാൻസ് പ്രോഗ്രാം, അങ്ങനെയൊക്കെ എന്റെ കൊച്ചുമക്കളൊക്കെ ഡാൻസ് പഠിച്ച് ഇറങ്ങേറി വരാം. അങ്ങനെയൊക്കെയുള്ള ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ എനിക്ക്. ഓക്കെ, തങ്കമ്മ ചേച്ചിയെ പോലെ ഒരുപാട് പേർക്ക് ഇത് കാണുമ്പോൾ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അങ്ങനെ അവർക്കും ഒരു ആഗ്രഹമായി മാറട്ടെ. അപ്പോൾ തങ്കമ്മ ചേച്ചി വളരെ സന്തോഷം, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. അപ്പോൾ ബികോം ഒക്കെ നല്ല മാർക്ക് പാസ്സാവുക. നമുക്കിനിയും കാണാം. താങ്ക് യു തങ്കമ്മ ചേച്ചി, സന്തോഷം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.